നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്രിയാറ്റിൻ ബ്രാൻഡ്സിന് നമുക്കൊന്ന് റേറ്റ് ചെയ്താലോ? Today, I'm gonna rate some of the top creatine brands in India. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രിയേറ്റിംഗ് തന്നെ ക്രിയാറ്റിൻസ്. ഒരു ലോഡ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതുപോലെ പല ബ്രാൻഡുകളെ കമ്പയർ ചെയ്ത് സ്കോർ ചെയ്ത് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. Tata 1mg Acetis NACPro Nutrabe. ടാറ്റ 1mg നാക്പ്രോ ആസിറ്റസ് ന്യൂട്രാബേ. നാക്പ്രോ, ടാറ്റയുടെ 1mg, ആസിറ്റീസിന്റെ പിന്നെ ന്യൂട്രാബേ. So I give a 5 out of 5 out of 10 റേറ്റ്. എല്ലാവർക്കും എന്തായാലും ഈ ബ്രാൻഡുകൾക്ക് ഒരേ റേറ്റിംഗ് ആണ് കൊടുക്കാനുള്ളത്. ഇവയെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, എന്നാൽ ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്. എനിക്കറിയില്ല, അറിയില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നൂടെ, ലിസ്റ്റ് ഉണ്ടാക്കാൻ നടക്കണം. ഇതെല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹൗ ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്. എനിക്കറിയില്ല, കാരണം ഇവയൊന്നും ഇതുവരെ GCD ആൻഡ് DHT റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ടില്ലേ, എല്ലാവർക്കും ഒരേ സംശയം തന്നെയാണ്. അടുത്തതായി ഓൺ ആൻഡ് മസിൽ ടെക് ആണ്. ഈ ബ്രാൻഡുകൾ നമുക്ക് 6 out of 10 കൊടുക്കും. On and Muscle Tech, I give them a 6 out of 10. ഓൺ ആൻഡ് മസിൽ ടെക് 6 on 10. ഈ ബ്രാൻഡുകൾ ഗ്ലോബലി വളരെ നല്ല പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടതുമാണ്. ബട്ട് അവരുടെ മാനുഫാക്ചറിംഗ് ലോക്കലാണ്. പിന്നെ DCD and DSC റിപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ ഇവര് ഒരു താഴ്ന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റുകളെ ഇവർ വളരെ ഇൻഫീരിയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരേപോലെയാണ് തോന്നിയത്. കോയിൻസിഡൻസ് ആയിരിക്കില്ലേ? What is DCD and DSC എന്നല്ലേ? DCD and DSC എന്ന് പറയുന്നത് ക്യാൻസർ കോസിംഗ് കോമ്പൗണ്ട്സ് ആണ്. GCD DHT എന്ന് പറയുന്നത് ക്യാൻസറിന് കാരണമാകുന്ന കോമ്പൗണ്ട്സ് ആണ്. ഇത് കാർസിനോജനിക് കോമ്പൗണ്ട്സ് ആണ്, അതായത് ക്യാൻസറിന് വരെ കാരണമാകുന്ന ഇംപ്യൂരിറ്റീസ്. ഒരു ബ്രാൻഡ് കൊണ്ടു കൊടുത്ത സ്ക്രിപ്റ്റ് അതുപോലെ വായിച്ച് തള്ളുക മാത്രമാണ് ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവാനും ഇവർ പറഞ്ഞതൊക്കെ വെറും തള്ളാണ് എന്ന്. DCD അഥവാ ഡൈസിയാൻഡിയമൈഡും DHT അഥവാ ഡൈഹൈഡ്രോട്ടിയാസിനും ഈ ക്രിയേറ്റിൻ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിൽ കയറി വരുന്ന ഇംപ്യൂരിറ്റീസ് ആണ്. DCD DHT കാർസിനോജൻസ് ആണെന്നോ ക്യാൻസർ വരുത്തുന്ന സബ്സ്റ്റൻസസ് ആണെന്നോ ഉള്ളതിന് യാതൊരുവിധ തെളിവുകളുമില്ല സയന്റിഫിക്കലി. എന്നാലും പക്ഷെ അങ്ങോട്ട് പറയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസർ വരുമെന്ന്. ഇത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ബ്രാൻഡ്സിനൊക്കെ അവരുടെ DCD ആൻഡ് DHT റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയച്ചു. ഞാൻ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിനും റിപ്പോർട്ട്സ് വെച്ച് മെയിൽ അയച്ചു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ടോപ്പ് ബ്രാൻഡുകൾക്കും ഇതിന്റെ റിപ്പോർട്ടുകൾ ചോദിച്ച് മെയിൽ ചെയ്തത്. So I emailed all of the top brands asking for their reports. സോ ഐ മെയിൽഡ് ഇന്ത്യസ് ടോപ്പ് ബ്രാൻഡ്സ് ആസ്കിംഗ് ദീസ് റിപ്പോർട്ട്സ്. എല്ലാവരും മെയിൽ അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരുടെയും സ്ക്രീൻഷോട്ട്, അതായത് മെയിൽ അയച്ചു എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് ഒന്ന് തന്നെ. എല്ലാത്തിലെയും ടൈം നോക്ക് 2:03. മാത്രമല്ല ബാറ്ററിയുടെ പെർസെന്റേജ് നോക്കും 83%. ഇതും ഒരു കോയിൻസിഡൻസ് മാത്രമായിരിക്കും അല്ലേ? അതിൽ ഒരു ബ്രാൻഡ് മാത്രമാണ് പ്രോപ്പർ റിപ്പോർട്ട്സ് ആയിട്ട് എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തത്. ഇതിൽ ഇവർ പറയുന്ന റിപ്ലൈ തന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, ആ ബ്രാൻഡാണ് ഈ വീഡിയോകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർ കൊടുത്ത സ്ക്രിപ്റ്റ് മാത്രമാണ് ഈ വീഡിയോ മൊത്തം. ആണ് നമ്മുടെ സ്പോൺസേർഡ് ബ്രാൻഡിന്റെ വരവ്. മസിൽ ബ്ലേസിന് 9.5 out of 10. മസിൽ ബ്ലേസ് ക്രിയേറ്റിന് 9.5 on 10. മസിൽ ബേസിന് 9.5 out of 10 കൊടുക്കും. പിന്നെ വരുന്നതാണ് മസിൽ ബ്ലേസ് 9.5 out of 10. മസിൽ ബ്ലേസ് 9 out of 10. Muscle Blazeന്റെ ക്രിയേറ്റിൻ ആണ് 9.5 കൊടുക്കാറ്. 9.5ന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. മസിൽ ബേസിന് മാത്രമാണ് ബെറ്റർ അബ്സോർപ്ഷൻ. പബ്ലിഷ്ഡ് റിസർച്ച് പേപ്പർ ഉണ്ട്. ഇവർ കാണിക്കുന്ന റിസർച്ച് പേപ്പർ ഉള്ളത് തന്നെയാണ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു കോമഡിയാണ്. ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് ബ്രൈറ്റ് ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അവരുടെ എംപ്ലോയീസ് ആണ് ഇതിലെ ഓതേഴ്സ് ഒക്കെ. പക്ഷേ ഏതാണ് ഈ ബ്രൈറ്റ് ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നല്ലേ? അത് മസിൽ ബ്ലേസ് എന്ന കമ്പനിയുടെ പാരന്റ് കമ്പനിയാണ്. എങ്ങനെയുണ്ട് പരിപാടി?